യങ്സ്റ്റേഴ്സിൻ്റെ പൾസ് അറിഞ്ഞ ഒരു സംവിധായകൻ തന്നെയാണ് ഗിരീഷ് ഏടി എന്നുള്ളത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ കഥയിൽ അദ്ദേഹം തന്നെ സംവിധാനം ചെയ്ത് ഇന്ന് നമ്മുടെ തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു റൊമാൻറ്റിക് കോമഡി ഡ്രാമ സിനിമയായിരുന്നു പ്രേമലു എന്നുള്ളത്. സിനിമയ്ക്കുള്ളിൽ നെസ്ലൻ അതുപോലെ തന്നെ മമിത ബൈജു ഒക്കെ തന്നെയാണ് കേന്ദ്ര കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. സിനിമയുടെ കഥ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ചിത്രത്തിലെ കഥാനായകൻ സച്ചിൻ എന്നാണ് അവൻ്റെ പേര്. അവൻ കോളേജ് കാലഘട്ടമാകട്ടെ സ്കൂൾ കാലഘട്ടമാകട്ടെ ഇവിടെയൊക്കെ തന്നെ ഓരോ പ്രണയങ്ങളൊക്കെ സെറ്റാക്കാൻ വേണ്ടി ശ്രമിച്ചു. എല്ലാം ഒരു ഓൺലൈൻ പ്രണയമൊക്കെ ആയിരുന്നു എന്ന് പറയാൻ സാധിക്കും. എല്ലാം മറ്റുള്ളവർ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ റിജക്റ്റും ചെയ്യും. അങ്ങനെ ആശാൻ ഒരു ഘട്ടത്തിൽ ഹൈദരാബാദിൽ എത്തിപ്പെടുകയാണ്. ഒരു കോച്ചിങ് സെൻറ്ററിൽ പഠിക്കാൻ വേണ്ടിയൊക്കെയായിട്ടാണ് എത്തിപ്പെടുന്നത്. എന്തായാലും അവിടെ വന്നതിന് ശേഷം മറ്റൊരു പെൺകുട്ടിയായിട്ട് വീണ്ടും ഒന്ന് സെറ്റാകാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് ഏകദേശം ഒരു ഓൺലൈൻ എന്ന് പറയാൻ സാധിക്കും. ഈ സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ സിനിമകളുടെ സ്വഭാവം അറിയാം. ഗിരീഷ് ഏടി ഇപ്പോൾ തണ്ണീർമത്തൻ ദിനങ്ങളാകട്ടെ അല്ലെങ്കിൽ സൂപ്പർ ശരണിയാകട്ടെ ഇതിൻ്റെയൊക്കെ ഒരു അറ്റ്മോസ്ഫിയർ ഒരു ആംബിയൻസ് അറിയാം. അത് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ നല്ല രീതിയിൽ എൻ്റർടൈൻ ചെയ്യിക്കുന്ന ഒരു സിനിമ തന്നെയാകും പ്രേമലു എന്നുള്ളത്. വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് സൂപ്പർ ശരണിയേക്കാളും ഒരു കുറച്ചുകൂടി ഇഷ്ടപ്പെട്ട ഒരു സിനിമ എന്ന് ഞാൻ വ്യക്തിപരമായിട്ട് പറയും. ഇപ്പോൾ ഈ ഒരു സിനിമയുടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്നുള്ളത് ഒരു എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരു കഥാപരിസരം, ഒരു എൻ്റർടൈനേഴ്സ് ആയിട്ടുള്ള കുറേ കാസ്റ്റിങ്, അതുപോലെ തന്നെ എൻ്റർടൈനിങ് ആയിട്ടുള്ള കുറേ ടെക്നിക്കൽ വശങ്ങൾ, ഇതൊക്കെയാണ് സിനിമ ഒറ്റയടിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ആദ്യമേ പറയേണ്ടത് സിനിമയുടെ തിരക്കഥ എന്നുള്ളൊരു കാര്യം തന്നെയാണ്. ഈ കഥ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇതിനു മുമ്പും ഇദ്ദേഹത്തിൻ്റെ സിനിമകളിലൂടെ തന്നെ ഏകദേശമൊക്കെ കണ്ട് ശീലിച്ചിട്ടുള്ള ഒരു ഏടൊക്കെ എടുത്തിട്ടാണ് ഇത് പെരുമാറിയിട്ടുള്ളത്. പക്ഷേ നമ്മൾ ഉറ്റുനോക്കുന്നത് ഇതിൻ്റെ തിരക്കഥയാണ്. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സിനിമകൾ ഹ്യൂമറും റൊമാൻസും ഒക്കെ വരുന്ന സിനിമകൾ ഒക്കെ തന്നെ വിജയം കാണുന്നത് പലപ്പോഴും അതിൻ്റെ തിരക്കഥയൊക്കെ തന്നെ അത്രയും ഗംഭീരമായിട്ട് എഴുതി വെക്കുമ്പോഴാണ്. ഈ സിനിമയെപ്പറ്റി എനിക്ക് അതാണ് പറയാനുള്ളത്. എൻ്റർടൈനിങ് എഴുത്തെന്ന് പറയാൻ സാധിക്കും. ഈ സിനിമയുടെ ഹ്യൂമർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു കുറച്ചധികം ചിരിച്ചു എന്നുള്ളതാണ്. പക്ഷേ പല മൊമെൻറ്റ്സും ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞു പ്രേക്ഷകരുടെ പൾസ് അറിയുന്ന ഒരു സംവിധായകനാണ്, അതും യങ്സ്റ്റേഴ്സിൻ്റെ പൾസ് അറിയുന്ന ഒരു സംവിധായകനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ നമുക്ക് കൺവീൻസിങ് ആകുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചിരി വരുന്ന രീതിയിലുള്ള ഒരുപാട് മൊമെൻറ്റ്സ് ഈ സിനിമയുടെ കഥയ്ക്കുള്ളിലും തിരക്കഥയ്ക്കുള്ളിലും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് എടുത്തു പറയാൻ തോന്നുന്നത് നമ്മളുടെ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ ഇപ്പോൾ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു ഡയലോഗ് ഈ സിനിമയുടെ ഇൻ്റർവെല്ലിന് തൊട്ട് മുന്നോടിയായിട്ട് ഒരു പബ്ബിൽ വെച്ചുകൊണ്ട് ഒരാൾ മറ്റൊരാളോട് പറയുന്ന ഒരു സീനുണ്ട്. ആ സമയത്ത് ശരിക്കും പറയാമല്ലോ ഒരു സിറ്റുവേഷൻ ഒരാൾ ഇങ്ങനെ മറ്റൊരാളോട് പറയുകയാണ്. ഞാൻ സ്പോയിലറൊക്കെ ആയിരിക്കാനാണ് ഒരാൾ മറ്റൊരാളെന്ന് പറയുന്നത്. അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് എൻ്റെ മൈൻഡിലോട്ട് പെട്ടെന്ന് ആ ഡയലോഗ് ഈ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ തന്നെ വൈറലായ ആ ഒരു ഡയലോഗ് പെട്ടെന്ന് എൻ്റെ മനസ്സിലൂടെ എത്തി. ഇതേ ക്യുക്ക് സ്പോട്ടിൽ ഏതാണ്ട് അവിടെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നു. അത്രയും പൾസ് അറിഞ്ഞിട്ടുള്ള ഒരു എഴുത്തൊക്കെയാണ് നടത്തിയിട്ടുള്ളത്. അതുപോലെ ഒരുപാട് എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരുപാട് മൊമെൻറ്റ്സ് ഉണ്ട്. നല്ല രീതിയിലുള്ള റൊമാൻസ് ഇതിലൂടെ കാഴ്ചവെക്കുന്നുണ്ട്. കൂടാതെ പെർഫോമൻസിൻ്റെ കാര്യമാണ് പറയുന്നത്. എല്ലാവരും എനർജറ്റിക് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് എന്ന് പറയാൻ സാധിക്കും. ഈ നെസ്ലൻ അതുപോലെ തന്നെ ഈ നമ്മുടെ മമിത ബൈജു ഈ ഒരു കോമ്പിനേഷൻ എന്നുള്ളത് നല്ല രസമായിട്ട് തന്നെയാണ് സിനിമയ്ക്കുള്ളിൽ നിന്നിട്ടുണ്ടായിരുന്നത്. കൂടാതെ കുറേ താരങ്ങളുണ്ട് കേട്ടോ. ഇവരെ പുറമെ നമ്മളുടെ അഖില ഭാർഗവൻ, അതുപോലെ സംഗീത് പ്രതാപ്, കൂടാതെ ശ്യാം മോഹൻ ആ പുള്ളി ഈ ഒരു സിനിമയ്ക്കുള്ളിലുണ്ട്. അതായത് നായിക ജോലി ചെയ്യുന്നതിൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു സീനിയറായിട്ടുള്ള ഒരാളായിട്ടാണ് അദ്ദേഹത്തെ കൊടുത്തിട്ടുള്ളത്. ശ്യാം മോഹൻ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എന്നുള്ളത് നിങ്ങൾ ഏറ്റവും കൂടുതൽ എൻ്റർടൈൻ ചെയ്യാൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തിലൂടെയായിരിക്കും. ഒരു സൈക്കോപാത്ത് കഥാപാത്രം എന്ന് പറയാൻ സാധിക്കും. ശരിക്കും പറയുകയാണെങ്കിൽ അദ്ദേഹം വരുന്ന ഫ്രെയിമിൽ പ്രേക്ഷകർ അറിയാതെ ചിരിച്ചു പോകും. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഒരു ഘട്ടത്തിൽ എത്തിക്കഴിയുമ്പോഴത്തേക്ക് മാറുന്നുണ്ട്. അങ്ങനെ ഓവറോൾ പെർഫോമൻസ് എല്ലാം ഗംഭീരമായിരുന്നു. പിന്നെ മാത്യൂസ് ഈ ഒരു സിനിമയിലുണ്ട്. പക്ഷേ എനിക്ക് മനസ്സിലായില്ല പുള്ളിയുടെയൊക്കെ പ്രാധാന്യം എന്താണ് ഈ ഒരു സിനിമയിൽ നിന്ന്. ഈ കഴിഞ്ഞ ഇടയ്ക്ക് നെസ്ലൻ്റെ ഏതൊരു സിനിമ ഉണ്ടെങ്കിപ്പോഴത്തേക്കും അതിൻ്റെ അകത്തും ഞാൻ മാത്യൂസിനെ കണ്ടു. ഈ കോമ്പിനേഷൻ ഇല്ലാതെ സിനിമ വർക്കൗട്ട് ആകില്ലെന്നായിരിക്കും സംവിധായകരുടെ ചിന്ത. പക്ഷെ അങ്ങനെയല്ല, ആവശ്യമെങ്കിൽ മാത്രം ഇത്തരത്തിലുള്ള കാസ്റ്റിംഗ് ഒക്കെ നടത്താം. മാത്യൂസിനൊന്നും ഒരു പ്രാധാന്യം ഒരു സിനിമയ്ക്കുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. പ്രാധാന്യം ഇല്ല എന്നുള്ളതല്ല, പക്ഷേ അദ്ദേഹത്തെ കൊണ്ടുവെക്കുമ്പോൾ അല്ലെങ്കിൽ ഇവരൊക്കെ തന്നെ ഒരേ ടൈമിൽ സ്കോർ ചെയ്ത് ഒരുപോലെ വന്നവരാണ്. അപ്പോൾ കൊണ്ടുവെക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ക്യാരക്ടർ കൊടുക്കുക. എന്തായാലും നായകനാകട്ടെ അല്ലെങ്കിൽ നെസ്ലനാകട്ടെ അതുപോലെ തന്നെ നെസ്ലൻ്റെ കൂട്ടുകാരനായിട്ട് സംഗീത് പ്രതാപ് ഒരു കട്ടച്ചങ്കായിട്ടാണ് എത്തുന്നത്. പുള്ളിയുടെ പ്രകടനം ഒക്കെ ഗംഭീരമായിരുന്നു. അങ്ങനെ ഓവറോൾ പെർഫോമൻസ് എല്ലാം കിടിലായിരുന്നു. പിന്നെ ടെക്നിക്കൽ സൈഡ് അത് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് അറിയാമല്ലോ ഗിരീഷ് ഏടി അദ്ദേഹത്തിൻ്റെ സിനിമകളുടെ ഒരു ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള വശം എന്നുള്ളത് ചിത്രത്തിൻ്റെ മ്യൂസിക് വർക്കൊക്കെ തന്നെ അന്യായമായിരിക്കും. ഈ സിനിമയ്ക്കുള്ളിൽ മ്യൂസിക് വർക്ക് എന്നൊക്കെ പറഞ്ഞ ഗാനങ്ങളാകട്ടെ അതിൻ്റെ BGMs ആകട്ടെ എല്ലാം ഒന്നിനൊന്നിനും മെച്ചമെന്ന് പറയാൻ സാധിക്കും. പിന്നെ കളർഫുള്ളായിട്ടുള്ള ഛായാഗ്രഹണമാകട്ടെ എഡിറ്റിംഗ് ആകട്ടെ അതെല്ലാം കൊണ്ടും ഓക്കെ ഒരു കളർഫുൾ എൻ്റർടൈനർ എന്ന് തന്നെ പറയാൻ സാധിക്കും. പിന്നെ ഈ ഒരു സിനിമയ്ക്കുള്ളിൽ വല്ല മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേഴ്സണലി ഞാൻ ആദ്യം തൊട്ട് അവസാനം വരെ ഇരുന്ന് എൻജോയ് ചെയ്തു. എനിക്ക്
പേഴ്സണലി ഒന്നും പറയാൻ തോന്നുന്നില്ല. ഓക്കെ, നിങ്ങൾ കണ്ടു നോക്കുക. നിങ്ങളിപ്പം എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്നത്, നിങ്ങളിപ്പോൾ ഈ ഫാമിലിയൊക്കെ ആയിട്ട് പോയി ഒരു സീരീസ് പടമാണ് കാണണമെന്നൊക്കെ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ എത്രത്തോളം സംതൃപ്തിപ്പെടുത്തുമെന്ന് എനിക്കറിയില്ല. ബട്ട് ഞാൻ ഉറപ്പിച്ച് പറയുന്നു, നിങ്ങൾ കുറച്ച് ഗ്യാങ് ഒക്കെ ആയിട്ട് ഒരു അടിപൊളി സിനിമയ്ക്ക് ഈ വീക്കെൻഡ് പോകണം, അടിച്ച് പൊളിച്ച് തിമിർക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഒന്നും നോക്കണ്ട, ധൈര്യമായിട്ട് വിട്ടോ. നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സിനിമ തന്നെയാണ് പ്രേമലു എന്നുള്ളത്. എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് ഒരു 7.5 ഔട്ട് ഓഫ് 10 ആണ് നൽകുന്നത്. 10/7/4. അപ്പം മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ടാണ്. ബൈ.